ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസിയർ, ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേഹം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഹായ് കൂട്ടുകാരി, കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എങ്കിൽ ഞാൻ ഇന്നിവിടെ ഒരു കഥ പറയാം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അഭിമാനിക്കുന്നത് എന്തിനെ ചൊല്ലി. കാട്ടിലെ മൃഗങ്ങളെ വെച്ച് താനൊരു സുന്ദരനെന്നായിരുന്നു കലമാന്റെ വിചാരം. അതവനെ അഹങ്കാരിയാക്കി മാറ്റി. ഒരു തെളിഞ്ഞ പകലിൽ മാൻ വെള്ളം കുടിക്കാനായി തടാകത്തിന്റെ അടുത്തെത്തി. ഹായ്, എത്ര തെളിഞ്ഞ ആകാശം! തടാകത്തിന്റെ അടിത്തട്ട് വരെ കാണാം. മാൻ വെള്ളം കുടിക്കാനായി തടാകത്തിലേക്ക് മുഖം അടുപ്പിച്ചപ്പോൾ തന്റെ പൂർണ്ണമായ രൂപം തടാകത്തിൽ പ്രതിബിംബിച്ചു കണ്ടു. ഹായ്, എത്ര മനോഹരമായിരിക്കുന്നു! ഒട്ടേറെ കവരങ്ങളോട് കൂടിയ എന്റെ കൊമ്പുകളാണ്, എന്റെ ഭംഗി. അതേസമയം തന്റെ കാലുകൾ മാനിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എത്ര ശോഷിച്ച കാലുകൾ! രാജാവിനു ചേരാത്ത സിംഹാസനം പോലെ. ഇങ്ങനെ ചിന്തയിൽ മുഴങ്ങി നിന്ന മാൻ തന്റെ അടുത്തു വന്ന അപകടം മനസ്സിലാക്കിയിരുന്നില്ല. ഒരു സിംഹം ഉറച്ച കാൽവെപ്പുകളോട് മാനിനെ സമീപിക്കുന്നുണ്ടായിരുന്നു. മാൻ അടുത്ത കാൽ വെച്ചത് ഒരു കരിയിലയുടെ പുറത്തായിരുന്നു. അതിന്റെ കരകര ശബ്ദം മാനിനെ ചിന്തയിൽ നിന്നും ഉണർത്തി. മാൻ തിരിഞ്ഞു നോക്കി. ദാ സിംഹം തൊട്ടു പിറകിൽ. മാൻ കുതിച്ചു പാഞ്ഞു. ശോഷിച്ച